മാനുഷിക ചിന്താഗതികൾക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. നസ്രിൻ ഇന്നും നമുക്ക് നല്ല ഓർമ്മകൾ നൽകുന്നു. 21-ാം നൂറ്റാണ്ടിൽ മേരിയും ജോസഫും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ എങ്ങനെ ആ ഉണ്ണി ഈശോയുടെ ജനനത്തെ അവർ ആഘോഷമാക്കും എന്ന് നമുക്ക് ഒന്ന് കാണാം. കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. നർമ്മരസത്തോടെ നാം ഇതിനെ ഉൾക്കൊള്ളുക. എന്നാൽ ഇന്നും ആ നാഥൻ ഉണ്ണി ഈശോ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. പൻവേൽ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ സേവികാ സംഘം മെമ്പേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു ആധുനിക കാലത്തെ ക്രിസ്തുവിന്റെ ജനനം. ആധുനിക കാലത്തെ ക്രിസ്തുവിന്റെ ജനനം നമുക്കൊന്ന് കണ്ട് മടങ്ങി വരാം. ഡ്യൂട്ടി കഴിഞ്ഞതാ. സമയം 8:30 ആയി. ഇനി ഒന്ന് വിശ്രമിക്കാൻ കുറച്ച്. ഹലോ, എവിടെ പോവാ? സെക്യൂരിറ്റി ഇരിക്കുന്ന കാണുന്നില്ലേ? പുരോഹിതനോ? ഈ ആലയത്തിലെ പുരോഹിതനെയും ശുശ്രൂഷകളും ഒക്കെ അറിയണമെങ്കിലേ സമയത്തിനൊക്കെ പള്ളിയിൽ വരണം. ഒരു സൺഡേ അവധി കിട്ടുന്നത്. പിന്നെ ഞാൻ എങ്ങനാ പള്ളിയിൽ വരുന്നത്? എനിക്ക് ഒരു വിശ്രമമൊക്കെ ആവശ്യമല്ലയോ? പിന്നെ അകത്ത് ആലയത്തിലേക്കല്ലേ പോകുന്നത്. ചെക്കിങ് കഴിഞ്ഞ് അകത്തോട്ട് പോകാൻ പറ്റും. കാലം മാറും. ഒന്നുമില്ല, കുറച്ച് കുന്തിരിക്കോ എന്റെ ബൈബിളും ഒക്കെ ഉള്ളു. കുന്തിരിക്കുമോ? നോക്കട്ടെ. പവർ ബാങ്ക് ഇല്ലല്ലോ, ചാർജർ ഒന്നും ഇല്ലല്ലോ. ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാ. കാലം പോയ പോക്കെ എന്തെല്ലാം ഇനി കാണാനിരിക്കുന്നു. ഈ അച്ഛനും ചെക്കിങ്ങോ? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് പോയി ഒന്ന് വിശ്രമിക്കട്ടെ. സാക്കും ലിസും ദൈവസന്നിധിയിൽ നീതിമാന്മാരായിരുന്നു. എങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവരോട് കനിഞ്ഞു. ഇതെന്താ എന്നോട് വിശ്വാസം ഇല്ലല്ലോടാ? എന്നാ ഞാൻ നിനക്കൊരു 8ന്റെ പണി തരാം. നീ കുഞ്ഞിനെ കാണുന്ന വരെ നീ അങ്ങ് അവിടെ മ്യൂട്ടായി. നീ കുഞ്ഞിനെ കാണുമ്പോ മാത്രം അൺമ്യൂട്ടായാ മതി കേട്ടോ. ഞാൻ നഴ്സറിക്കും കൂടെ പോയിട്ട് ഒരു പണി ഒപ്പിച്ചിട്ട് വരാവേ. ഒരു കുഞ്ഞുകാലം കാണാനുള്ള ഭാഗ്യം പോലും കിട്ടിയില്ലല്ലോ എന്റെ ദൈവമേ. എന്തു പറ്റി? പകൽ സ്വപ്നം വല്ലതും കാണുവാണോ? ദൈവാലയത്തിൽ പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? മോനോ ആക്ട് ചെയ്യുന്ന ശബ്ദമില്ലാതെ. ദൂതനോ ഏഞ്ചലോ കണ്ടോ? ആഹാ, നമുക്കോ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അയ്യോ, എനിക്ക് വയ്യ. നല്ല സന്തോഷം. സത്യമാണോ അത്? ആണോ? Highness, pregnancy confirmed. It's a miracle. ഇന്ന് രാവിലെ മുതൽ വാട്സപ്പിലും കോളേജ് ഗ്രൂപ്പിലും ഒക്കെ ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നുണ്ട്. ഇതൊരു മിറക്കിൾ ആണോ? ഞാനേ ഒന്നെല്ലാം എന്റെ ഗ്രൂപ്പിലൊന്ന് ഇട്ടേക്കട്ടെ. സീരിയാസത്തിന്റെ ഗ്രൂപ്പിലല്ല, ഫേസ്ബുക്കിലുമോ? ഫേസ്ബുക്കിലും ഇടാം, സ്റ്റേറ്റസും വെക്കാം. ഇല്ലയോ? ഇനി എനിക്ക് പാരന്റിങ് ടിപ്സ് ഒക്കെ പഠിക്കണമല്ലോ സാർക്ക്. നമുക്കേ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. നല്ലൊരു ട്രെൻഡിങ് നെയിം ഒന്ന് നോക്കാം. വേണ്ടായോ?
ജോണോ? അയ്യോ, ഇതൊരു പഴയ പേരാണല്ലോ. ഞാൻ ഓർത്ത് മെസ്സിയോ റൊണാൾഡോ അങ്ങനെ വല്ല ഒരു പേര് വെച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലോ. വേണ്ടായോ? ജോൺ മതിയോ? എന്നാ ശരി. എന്നാ ഇപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് വേണ്ടി ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ, എന്നാ വാ. അടുത്തതായി സ്വപ്നങ്ങൾ കാത്തു കഴിയുന്ന മേരി ജോ ജീവിതത്തിലെ അനുസ്മരണീയ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. Will you marry me? I love you too. ഇനി എന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഫേസ്ബുക്കിൽ ഒന്ന് മാറ്റാം. ഇനി ഞാൻ സിംഗിൾ അല്ല, ഇനി എൻഗേജ്ഡ്. മേരി, നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്താലോ? എനിക്ക് എത്ര അസൈൻമെന്റ് ഉണ്ട്, സബ്മിഷൻ ഉണ്ട്, ഇതൊന്നും കഴിയാൻ ഞാൻ ഫ്രീ ആകത്തില്ല. മേരി, നീ മറന്നു പോയോ നിന്റെ ഫോണിൽ ഗൂഗിൾ ജെമിനി ഉള്ള കാര്യം? അതൊന്നും നടക്കത്തില്ല ജോ. ഒന്നാ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് ലേറ്റസ്റ്റ് ട്രെൻഡിങ് റീൽസ് ഒക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കത് ചെയ്യാം. നീ ആദ്യം അസൈൻമെന്റും പ്രോജക്റ്റും ഒക്കെ ഒന്ന് തീർക്കാം. ഓക്കെ, ശരി. ഞാൻ ചെയ്തിട്ടാ. അടുത്തതായി എഫ്രൈം മലനാട്ടിൽ നിന്നും നസ്രേത്തിലേക്കുള്ള ഒരു യാത്ര. നീ എന്തോ ഈ പറയുന്നത്? ഇത് എങ്ങനെ സംഭവിച്ചു? അതില്ലയോ, നീ ഭാഗ്യവതിയാ. നിനക്ക് ദൈവപ്രസാദമുണ്ട്. അതുകൊണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. കർത്താവേ, എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ദൈവമേ, പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ട്, ഹണിമൂൺ, അപ്പൊ എല്ലാം വെള്ളത്തിലായി. ഇനി എന്ത് ചെയ്യും? ഇനി ഇത് വെച്ചെന്ന് വയറലാണ്. എല്ലാം ഗോഡ്സ് പ്ലാൻ അല്ലയോ മോളെ. ജോ ബേബി, ജോ ബേബി, നീ അറിഞ്ഞോ? എന്ത് പറ്റി? ഞാൻ pregnant ആണെന്ന്. ആ മേരി, എനിക്കും നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. എന്ത് ചെയ്യും? ഒന്നും പേടിക്കണ്ട. ഇനി മുതൽ നിന്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകളും നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നല്ല വ്യൂ അല്ലേ? പിന്നെ നമുക്ക് ബേബി ഷവർ ഒക്കെ ഇല്ലേ? അതുകൊണ്ട് നീ ഒട്ടും പ്രയാസപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? എന്നാല് ജോ ബേബി, ഞാന് നമ്മുടെ ലിസ്റ്റ് ചേച്ചി ഒന്ന് കണ്ട് എന്റെ പ്രയാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ? ലിസു ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ. ഓക്കെ ഓക്കെ, നിനക്ക് സമാധാനം ലഭിക്കുമെങ്കിൽ നീ പോയി ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇനി മിറിയം യാത്ര ചെയ്യുന്നത് എഫ്രൈം മലനാട്ടിലേക്ക്. ക്ഷീണം വയ്യ. ഇച്ചിരി നേരം വിശ്രമിക്കട്ടെ. ഈ യാത്ര തുടങ്ങിയിട്ട് എന്റെ കാല് മുഴുവൻ നീരാ. വോമിറ്റിംഗ് ആണെങ്കിൽ നിൽക്കുന്നുമില്ല. എന്ത് ചെയ്യും? ഹായ് ലിസ് ചേച്ചി, നീ പറഞ്ഞ സർപ്രൈസ് ഇതാണോ? അതെ, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടല്ലോ. ആ, ഇവിടെയുണ്ട്. ആണോ?
വന്ന് നമുക്ക് കാണാം. ഞാനും ബേബി ഷവറൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? എന്നെ എല്ലാം ലൈവായിട്ടുണ്ട്. ഓ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ ബൈ. ബൈ. ഞാൻ ശ്രമിക്കട്ടെ. കാണാം നമുക്ക് ബേബി ഷവർ. ജീവിതത്തിലെ അനുഗ്രഹീത നിമിഷങ്ങളെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്ന ഇന്നിന്റെ തലമുറയിൽ നമുക്കൊന്ന് മേരി ജോ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെ കണ്ടു മടങ്ങി വരാം. മേരി, വാ, നമ്മുടെ ഇന്നത്തെ ബേബി ഷവറിന്റെ ഫോട്ടോഷൂട്ടാ. നീ ഒന്ന് റെഡി അല്ലേ? ഓക്കെ, ഫോട്ടോഗ്രാഫർ വന്നു. മേരി, നീ ഓക്കെ അല്ലേ? നമുക്ക് ബേബി ഷവർ കഴിഞ്ഞ് നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? നമുക്ക് കുഞ്ഞിന്റെ ഒരു അഡ്മിഷന്റെ കാര്യമില്ലേ മേരി? നീ അത് ചിന്തിച്ചില്ലേ? 3 കൊല്ലം കഴിഞ്ഞേ നമുക്കൊരു ഇന്റർനാഷണൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഏകദേശം ഇപ്പൊ തന്നെ നമുക്കൊന്ന് പോയി അഡ്മിഷൻ എടുക്കണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, അഡ്മിഷൻ എടുക്കാൻ നമുക്കൊരു യാത്ര തന്നെ പോയേക്കാം. എന്നാ ശരി, നീ ഒന്ന് റെഡിയാക്കാം. ഓക്കെ. എനിക്ക് വേദന എടുക്കുന്നു. നീ വേണ്ട, ഒരു മിനിറ്റ്. ഞാനില്ലേ ഊബർ ഒന്ന് തപ്പട്ടെ. എടി, ഊബറിൽ ഡബിൾ ദ റേറ്റാ. അയ്യോ, നീ ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യ്. ഞാനൊന്ന് ഓലയും റാപ്പിഡോയും ഒന്ന് തപ്പട്ടെ. എടി, ഇതില് ഭയങ്കര റേറ്റ് ആണല്ലോ. നീ ഡെസ്റ്റിനേഷൻ ചെരിക്കുന്നതാണില്ല. ഇത് ഡെസ്റ്റിനേഷൻ ഇട്ടു, ഹോസ്പിറ്റലിൽ എത്താൻ ഇനി 2 മണിക്കൂർ എടുക്കും. ഇത് നമ്മുടെ ഒരു അത്ഭുത ശിശു അല്ലേ? നമുക്ക് വല്ല ഡിസ്കൗണ്ട് കിട്ടിയാലോ? മേരി, എനിക്കൊരു ഡൗട്ട്. നമുക്കില്ലേ ഈ കാട്ടി വെച്ച് തന്നെ ഡെലിവറി നടത്തിയാലോ? നല്ല ഐഡിയ. എന്നിട്ട് അമ്മയുടെയും മോന്റെയും ഫോട്ടോ നമുക്ക് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാം. വൈറലാവത്തില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? നമ്മൾ അങ്ങോട്ട് അമ്മയും മോനും ട്രെൻഡിങ്. കാട്ടിലേക്ക് ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാ. ഇത് ശരിയാണ്. വാ. എനിക്കും ജോയ്ക്കും ഒരാൺകുഞ്ഞു പിറന്നു. എന്തു ഭംഗിയാ, ദൈവപുത്രൻ തന്നെ. ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പൊ തന്നെ ട്രെൻഡിങ് ആണ്. ഒരു വൈറലായിട്ടുണ്ട് നമ്മളും കുഞ്ഞും. നല്ല ഫാമിലി. പണ്ടൊക്കെ യൂട്യൂബിലാണ് 1-2 വ്യൂസ് ആയിരുന്നു. ഇപ്പൊ മില്യൺ വ്യൂസാ നമുക്ക്. ആരൊക്കെയോ വരുന്ന പോലെ തോന്നുന്നു. ആരോ നമ്മളെ അടുത്തോട്ട് വരുന്നുണ്ട്. സ്റ്റാർ നോക്കി നോക്കി പോയാൽ പണ്ട് മൊത്തം സ്റ്റാർ. ഏത് സ്റ്റാർ പിന്നെ നോക്കേണ്ടത്? പെട്ടെന്ന് പോകാം, ബേബി കാണണ്ടേ അല്ലേ? ഹായ് മേരി. ഹായ് ബേബി. ഹലോ ജോസഫ്, how are you bro? How are you doing? എങ്ങനെയാണ് ബേബി? ഞാൻ ഡോക്ടർ ഗോൺസാൽവിസ്. ഞാൻ ബേബിക്ക്
ഗിഫ്റ്റ് എന്തോ കൊണ്ടുവന്നേക്കുന്ന അറിയാമോ? ഡയപ്പറും വെറ്റ് വൈപ്സും. ബേബിയുടെ ഹൈജീൻ എപ്പോഴും മസ്റ്റ് ആയിരിക്കണം. ബിക്കോസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. സോ മേരി ഇത് എപ്പോഴും യൂസ് ചെയ്യണം. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദി ബേബി. ഓക്കേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഒരു IT ഫ്രൂട്ട്സിനായി ഞാൻ എന്താ JBBക്ക് കൊടുക്കാം? ആ മേരി, ആ എറോഡില്ലേ വല്ല വൈറസും സെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതില് ഒരു സേഫ്റ്റി ആയിട്ട് ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട. ടേക്ക് കെയർ. ഓക്കേ? ടീച്ചറായ ഞാൻ കുഞ്ഞിന് വേണ്ടി എന്താ കൊണ്ടുവന്നതറിയാം? ലോകത്തെ രക്ഷിക്കാൻ വന്ന പൈതലല്ലേ. കുഞ്ഞിന് വേണ്ടി ഞാൻ ഹിസ്റ്ററി റെഫറൻസ് ബുക്കാ കൊണ്ടുവന്നത്. ഇതൊക്കെ പഠിച്ചിട്ടല്ലേ കുഞ്ഞു ഗ്രോ ആവേണ്ടത്. വലിയ ഗിഫ്റ്റാ കിട്ടുന്നേ. ലാപ്ടോപ്പ്, ഹിസ്റ്ററി റെഫറൻസ് ബുക്ക്, ഡയപ്പർ എല്ലാം നമുക്കൊക്കെ കിട്ടുമല്ലോ. ഭയങ്കര തന്നെ. നമുക്ക് വേഗം JBB ഒന്ന് കാണാൻ പോയാലോ? നമ്മൾ ഷീപ്പിന്റെ അടുത്ത് നിന്നല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ JBB കാണാൻ പോകുമ്പോൾ നമ്മൾ സ്മെൽ അടിക്കും. നമുക്കൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ടൊക്കെ പോകാം. സമയം കളയണ്ട. ഷീപ്പിന്റെ അടുത്തേക്ക് പോകുന്നതല്ലേ, ഓടി പോകാം. വലത്തേക്കാണോടാ? ഇത് ലെഫ്റ്റാണ് കാണിക്കുന്നത്. റൈറ്റാ. ഡെസിഗ്നേഷൻ ബീച്ച് കാണിക്കുന്നുണ്ട്. ചേച്ചിയുടെ ബ്ലോഗ് കണ്ടിട്ട് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ചേച്ചിയുടെ വീഡിയോ ആണ് നമ്പർ 1. ഒരു സെൽഫി എടുക്കാൻ സമയം തരുമോ? അതിനെന്താ? ചേച്ചി, ഞങ്ങൾ ഈ 24 hours ആടിനെ കണ്ട് കണ്ട് ഞങ്ങൾ ഇനി മടുത്തു. അതുമല്ല, ഈ ആടിന്റെ കൂടെയുള്ള ഫോട്ടോയ്ക്ക് ഇപ്പൊ ആരും ലൈക്കും കമന്റും ഒന്നും തരുന്നതുമില്ല. ശരിയാ ശരിയാ. ഞങ്ങൾ ഈ JBBയുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്താൽ വളരെ വൈറലാവുമല്ലോ. ആ ട്രെൻഡിങ്. ബേബിയുടെ ഫേസ് കാണുന്നില്ല. ഇത് കുഴപ്പമില്ല, നമ്മളെ ഫേസ് ഉണ്ടല്ലോ. താങ്ക് യു ചേച്ചി. എനിക്കില്ലേ ഒരു ഫോൺ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബോസിന്റെയാ. ഹലോ. ബോസ്. ഷീ ഈസ് ഫൈൻ. ഡെലിവറി ഒക്കെ ഓക്കേ ആയിരുന്നു. ബേബി ഈസ് ഓൾസോ ഫൈൻ. സോറി സർ, എനിക്ക് ലീവ് വേണമായിരുന്നു, പെറ്റേണിറ്റി ലീവ്. ഏകദേശം ഒരു വർഷം വന്നു സാറേ. അയ്യോ കേൾക്കുന്നില്ല. അയ്യോ കേൾക്കുന്നില്ല. റേഞ്ച് ഇല്ലല്ലോ. അയ്യോ കേൾക്കുന്നില്ല. ഓ ആ ജോലി കട്ടപ്പോ. ചില വ്യക്തി ജീവിതങ്ങളുടെ വേദനിക്കുന്ന അനുഭവങ്ങൾ ലോകത്തിന് അനുഗ്രഹത്തിന് കാരണമായി. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ നിയോഗിച്ചത് സാധാരണക്കാരായ മനുഷ്യരെ. ലോകരക്ഷകനെ ആദ്യം കാണുവാൻ ഭാഗ്യമുണ്ടായതും സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക്. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ജനിക്കുവാൻ തക്കവണ്ണം നമുക്കവന് ഇടം കൊടുക്കാം. ഈ ക്രിസ്തുമസ് നമുക്കതിനിടയാകട്ടെ എന്ന സന്ദേശം പൻവേൽ സെന്റ് പീറ്റേഴ്സ് സേവികാ സംഘം നിങ്ങൾക്കായി നൽകുന്നു.